ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അധികം നൈസ് ആയിട്ടുള്ളതല്ല. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം വേണം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കഴുകിയിട്ട് വാരി ആ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുവേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാർന്നു പോയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീം മുഴുവനായിട്ട് പോയിട്ട് വേണം തുറക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് ഇളക്കാനായിട്ട് നിൽക്കണ്ട, അതവിടെ തുറന്ന് വെക്കാം. നമുക്ക് ഉപ്പുമാവിനുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കടായിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെയും നമ്മളിത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറ്റൽമുളകിന്റെ ഉള്ളിലെ കുരു കളഞ്ഞിട്ടാണ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുരുവും കൂടിയിട്ട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ എരിവ് കൂടും. അപ്പോൾ കുരു കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ അതെല്ലാം ഒന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പ് കഴിച്ചു നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. കളറൊന്നും ചേഞ്ച് ആവണ്ട, നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മതി. സവാള ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒരു മീഡിയം ക്യാരറ്റിൻ്റെ പകുതി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണേ. അപ്പോൾ 1/4 കപ്പ് മുതൽ 1 കപ്പ് തേങ്ങ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ആ തേങ്ങ ഒന്ന് അതിൽ വെള്ളം ഒന്ന് വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂടൊന്ന് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തവി വെച്ചിട്ട് അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം. ഒട്ടടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഇതിലൊട്ടും തന്നെ വെള്ളവും ഇല്ല. കറക്റ്റായിട്ട് ഗോതമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ തേങ്ങയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ കട്ട പിടിക്കുകയോ വേവ് കൂടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് പാകത്തിനാണ് വന്നിട്ടുള്ളത്. അടിപൊളി സ്വാദിലുള്ള ഉപ്പുമാവാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ കുറേ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്